നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭയിലെ കൈക്കൂലി കേസിൽ രണ്ടാം പ്രതിയായ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കും വരെ UDF നേതൃത്വത്തിൽ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ്. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടത്തി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ നഗരസഭയിൽ 28 വർഷത്തെ സേവനം പൂർത്തിയാക്കി വിരമിച്ച VSM നസീറിന് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR സോമൻ ഉദ്ഘാടനം ചെയ്തു. കാലങ്ങളായി പുരുഷന്മാർ കൈവശപ്പെടുത്തി വെച്ച അപ്ഹോൾസ്റ്ററി വർക്കുകൾ തങ്ങൾക്ക് നന്നായി ഇണങ്ങുമെന്ന് തെളിയിക്കുകയാണ് രണ്ട് വീട്ടമ്മമാർ. മുതലക്കോട് സ്വദേശിനികളായ ഷീബ അനുകുമാറും നാച്ചി മുഹമ്മദുമാണ് അപ്ഹോൾസ്റ്ററി വർക്കുകളിൽ വെന്നിക്കൊടി പാറിക്കുന്നത്. മുതലക്കോടം ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജിൽ BSc MSc നഴ്സിംഗ് ബാച്ചുകളുടെ ഗ്രാജുവേഷൻ സെറിമണിയും അവാർഡ് ദാനവും നടന്നു. കട്ടപ്പന സെന്റ് ജോൺസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ആൻ മേരി ലൂയിസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭയിലെ കൈക്കൂലി കേസിൽ രണ്ടാം പ്രതിയായ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കും വരെ UDF നേതൃത്വത്തിൽ സമരം ശക്തമായി മുന്നോട്ടു പോകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് പറഞ്ഞു. തൊടുപുഴ UDF മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF മുനിസിപ്പൽ മണ്ഡലം ചെയർമാൻ MA കരീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. തൊടുപുഴ നഗരസഭയിലെ കൈക്കൂലി കേസിൽ രണ്ടാം പ്രതിയായ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കും വരെ UDF നേതൃത്വത്തിൽ സമരം ശക്തമായി മുന്നോട്ടു പോകുമെന്നും CPMന്റെ ഇക്കാര്യത്തിലുള്ള പങ്കെന്താണെന്ന് അന്വേഷിക്കണമെന്നും തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് ആവശ്യപ്പെട്ടു. തൊടുപുഴ UDF മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന്റെ മുന്നിൽ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ അർബൻ ബാങ്ക് CPM ഭരിക്കുന്ന അർബൻ ബാങ്ക് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി പൂട്ടിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ തൊടുപുഴ മുനിസിപ്പാലിറ്റി കേരളത്തിലെ ഏറ്റവും വരുമാനമുള്ള സമ്പന്നമായ ഒരു മുനിസിപ്പാലിറ്റിയാണ് തൊടുപുഴ നഗരസഭ. നമുക്കറിയാം, ജീവനക്കാർ പിരിയാറാകുമ്പോൾ അവരെ റിട്ടയർ ചെയ്യുമ്പോൾ കാസർഗോഡ് നിന്നുമുള്ള ഉദ്യോഗസ്ഥർ പോലും തൊടുപുഴയിൽ അവസാനത്തെ ആ ഒരു വർഷം ഇവിടെ വന്ന് ജോലി ചെയ്ത് ഇവിടെ നിന്ന് റിട്ടയർമെന്റ് വാങ്ങുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കൃത്യമായിട്ട് അവർക്ക് പെൻഷൻ മുടങ്ങാതെ കിട്ടണമെങ്കിൽ ഇത്രയേറെ സാമ്പത്തിക ബാധ്യതയുള്ള മറ്റൊരു മുനിസിപ്പാലിറ്റിയും കേരളത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. മറ്റേത് മുനിസിപ്പാലിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്താലും ഒരുപക്ഷെ 3 മാസമോ അല്ലെങ്കിൽ 6 മാസമോ കൂടുമ്പോൾ മാത്രം അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൊടുപുഴയിൽ വന്ന് റിട്ടയർമെന്റ് ആഗ്രഹിക്കുന്ന ജീവനക്കാരാണ് മുനിസിപ്പൽ ജീവനക്കാരിൽ ബഹുഭൂരിപക്ഷവും. അങ്ങനെയുള്ള ഏറ്റവും പ്രതാപത്തിൽ നിൽക്കുന്ന നമ്മുടെ മുനിസിപ്പാലിറ്റിയെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുകയും ചെയ്യുന്ന വളരെ ദാരുണവും വളരെയേറെ ഖേദകരവുമായ സംഭവങ്ങളാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച 25-ാം തീയതി നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ തൊടുപുഴ മോറ്റുപുഴയിൽ നിന്നുമുള്ള വിജിലൻസ് DYSP എന്ന് കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ഇടനിലക്കാരനായിരുന്ന ഒരു കരാറുകാരനെയും 3-ാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ഒരു സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഈ അറസ്റ്റ് നടക്കുമ്പോൾ DYSP പ്രത്യേകം പറഞ്ഞിരുന്നു, ഇതിനകത്ത് ഞങ്ങൾ എടുക്കുന്ന FIR-ൽ രണ്ടാം പ്രതിയായി
മുനിസിപ്പൽ ചെയർമാൻ ശ്രീ സനീഷ് ജോർജും ഉണ്ട്. അദ്ദേഹത്തെയും ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. UDF മുനിസിപ്പൽ മണ്ഡലം ചെയർമാൻ MA കരീമിന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണയിൽ പ്രൊഫസർ MJ ജേക്കബ്, AM ഹാരിദ്, NI ബെന്നി, TJ പീറ്റർ, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, സഫിയ ജബ്ബാർ, KJ സജിമോൻ, K ദീപക്, ജാഫർ ഖാൻ മുഹമ്മദ്, ഫിലിപ്പ് ചേരിയിൽ, PK മൂസ, രാജേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രത്യേകം സജ്ജീകരിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ, പ്രത്യേകം പോളിംഗ് ബൂത്തുകൾ, കയ്യിൽ മഷി പുരട്ടൽ തുടങ്ങി നിരവധി പുതുമകളോടുകൂടിയാണ് ഇക്കൊല്ലത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. സ്കൂൾ ലീഡറായി അഗസ്റ്റിൻ ഷാജിയും ചെയർപേഴ്സണായി അന്ന ജെ ഇളയിടവും ആർട്സ് ഗ്രൂപ്പ് സെക്രട്ടറിയായി ഐഷ ബാനുവും സ്പോർട്സ് സെക്രട്ടറിയായി ഹാറൂൺ റഷീദ് VS തെരഞ്ഞെടുക്കപ്പെട്ടു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രത്യേകം സജ്ജീകരിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ വിമല പബ്ലിക് സ്കൂളിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നു. പൊതുതെരഞ്ഞെടുപ്പിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നോമിനേഷൻ നൽകൽ, നോമിനേഷൻ പിൻവലിക്കൽ, മീറ്റ് ദി കാൻഡിഡേറ്റ്സ്, പേഴ്സണൽ ഇന്റർവ്യൂ വിത്ത് കാൻഡിഡേറ്റ്സ് തുടങ്ങി എല്ലാ ഘട്ടങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് അവസരം ലഭിച്ചു. കൂടാതെ പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ, പ്രത്യേകം പോളിംഗ് ബൂത്തുകൾ, കയ്യിൽ മഷി പുരട്ടൽ തുടങ്ങി നിരവധി പുതുമകളോടുകൂടിയാണ് ഇക്കൊല്ലത്തെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നത്. സ്കൂൾ ലീഡർ, ചെയർപേഴ്സൺ, ആർട്സ് ക്ലബ്, സ്പോർട്സ് ക്ലബ് സെക്രട്ടറിമാർ, 5 മുതൽ 12 വരെയുള്ള ക്ലാസ് റെപ്രസെന്റേറ്റീവ്സ് എന്നീ വിഭാഗങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ക്ലാസ് റെപ്രസെന്റേറ്റീവ് തിരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പർ വഴിയും ബാക്കി 4 വിഭാഗങ്ങളിലേക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെയുമാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. ഇടുക്കി ജില്ലയിൽ സ്കൂൾ തലത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വിദ്യാലയം എന്ന ബഹുമതി നേടിയ വിമല പബ്ലിക് സ്കൂൾ ഇക്കുറി പല പുതുമകളോടും കൂടിയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. സ്കൂൾ ലീഡറായി അഗസ്റ്റിൻ ഷാജിയും ചെയർപേഴ്സണായി അന്ന ജെ ഇളയിടവും ആർട്സ് ക്ലബ് സെക്രട്ടറിയായി ഐഷ ബാനുവും സ്പോർട്സ് ക്ലബ് സെക്രട്ടറിയായി ഹാറൂൺ റഷീദ് VS തിരഞ്ഞെടുക്കപ്പെട്ടു. ക്ലാസ് റെപ്രസെന്റേറ്റീവ്സായി മരിയ ആന്റണി, ജെറിറ്റ് M ജോഷോ, ബിൽന ഫാത്തിമ, ജോസഫ് സിജോ, ശ്രേയ ഗ്രേസ്, ഏബൽ ബെന്നി, സെൽന അരുൺ, എഡ്വിൻ തോമസ് എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. അധ്യാപകരായ രാജേഷ് P, അലക്സ് ബാബു, ഗീത ദേവസ്യ, ജെസിയമ്മ ലൂക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. സ്കൂൾ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ വിദ്യാർത്ഥി പ്രതിനിധികളെയും പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ എലൈസ് CMC അഭിനന്ദനങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് ഞാറ്റുവേല ചന്തയും കർഷക സഭയും കലയന്താനി കാർഷിക വിപണി ഹാളിൽ നടത്തി. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു അധ്യക്ഷത വഹിച്ച യോഗം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം ചെയ്തു. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് ഞാറ്റുവേല ചന്തയും കർഷക സഭയും കലയന്താനി VFP CK വിപണി ഹാളിൽ നടത്തി. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു അധ്യക്ഷത വഹിച്ച യോഗം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം ചെയ്തു. ഈ ഞാറ്റുവേലകളുടെ പ്രാധാന്യം കാർഷിക മേഖലയിൽ ഇപ്പോഴാണല്ലോ ഈ കാലാവസ്ഥ കണ്ടു അല്ലെങ്കിൽ കാലാവസ്ഥ വിശദമായിട്ടുള്ള കൃഷി രീതികളൊക്കെ ഈ അടുത്ത കാലത്തൊക്കെയാണ് നമ്മൾ ആരംഭിച്ചത്. എന്നുവെച്ചാൽ കാലാവസ്ഥ പ്രവചനമൊക്കെ കുറേ കൂടി നന്നായി വരുന്നത് ഈ കാലഘട്ടങ്ങളിലൊക്കെയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മഴ പെയ്യും, ചിലപ്പോൾ പെയ്യാതിരിക്കാം. അപ്പോൾ ഏതാണ്ട് പ്രവചനങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒരു പരിധിവരെയൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും ഈ ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട് 27 ഞാറ്റുവേലകളുണ്ടെന്നാണ് നമ്മുടെ ഡോക്ടർമാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതെല്ലാം എനിക്ക് ഏതായാലും ഈ തിരുവാതിര ഞാറ്റുവേല, അതുപോലെ തന്നെ കാർത്തിക ഞാറ്റുവേല, ഇതൊക്കെ ആ കാലങ്ങളിലൊക്കെ കൃഷിക്കാർ, നമ്മുടെയൊക്കെ കർമ്മന്മാരൊക്കെ ആ കാലങ്ങളിലൊക്കെയാണ് കൃഷി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ സമയത്തൊക്കെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ആരും സൂചിപ്പിച്ചു കൊടിയിടാനുള്ള ഏറ്റവും നല്ല ഞാറ്റുവേല എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോഴത്തെ തിരുവാതിര ഞാറ്റുവേലയാണ്. ഇവിടെ കൃഷിക്കാരെല്ലാം പൊടിത്തലകളൊക്കെ കണ്ടിച്ചിടുകയും അതുപോലെ തന്നെ മറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തൊക്കെ പഴഞ്ചൊല്ല് പറയുന്നത് വിരൽ മുറിച്ച് വെച്ചാൽ പോലും പിടിക്കുന്ന ആ ഞാറ്റുവേലയാണ് ഇതെന്ന് വെച്ചാൽ ഏത് സാധനവും ഉണ്ടാകാൻ പറ്റില്ല, ഏത് സാധനവും നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും പറ്റിയ ഒരു ഞാറ്റുവേലയാണ് ഈ തിരുവാതിര ഞാറ്റുവേല. കർഷക സഭയിൽ കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള വിശദീകരണവും ചർച്ചയും നടത്തി. ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ച കമുകിൻ തൈകൾ, കർഷകർ ഉൽപ്പാദിപ്പിച്ച ജൈവവളങ്ങൾ, കുരുമുളക് തൈകൾ, ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി വിത്തുകൾ, അലങ്കാര മത്സ്യങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും നടത്തി. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാൻഡി ബിനോയ്, വാർഡ് മെമ്പർമാരായ ES റഷീദ്, ജോസഫ് ചാക്കോ, സംസ്ഥാന ജൈവ കാർഷിക അവാർഡ് ജേതാവ് ബൈജുമോൻ MK മുതുപാലയ്ക്കൽ, കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൊടുപുഴ നഗരസഭയിൽ 28 വർഷത്തെ സേവനം പൂർത്തിയാക്കി വിരമിച്ച
VSM നസീറിന് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR സോമൻ ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS മഹേഷ് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ നഗരസഭയിൽ 28 വർഷത്തെ സേവനം പൂർത്തിയാക്കിയാണ് VSM നസീർ വിരമിക്കുന്നത്. നഗരസഭാ മേഖലയിലെ ജീവനക്കാരുടെ ഏറ്റവും കരുത്തുറ്റ സംഘടനയായ KMCSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി, കോട്ടയം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ ചുമതലകൾ വഹിച്ചിരുന്നു. 2002ലെയും 2013ലെയും അനിശ്ചിതകാല പണിമുടക്ക് വിജയിപ്പിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചു. നഗരമേഖലയിലെ സംഘടനയായ KMCSU കേരള NGO യൂണിയനിൽ ലയിച്ചതിനെ തുടർന്ന് വിരമിക്കും വരെ NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജില്ലയിലാകെ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. വ്യക്തിഗതമായി ജനകീയ ജീവനക്കാരനെന്ന യശസ്സിന് പാത്രമായി സർവീസ് കാലമാകെ സിവിൽ സർവീസിനെ ജനപക്ഷത്ത് ഉറപ്പിച്ചു നിർത്തുന്ന മുന്നണി പോരാളിയായിരുന്നു VSM നസീർ. യാത്രയയപ്പ് സമ്മേളനം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR സോമൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം നമുക്ക് വ്യക്തിപരമായ ആവശ്യങ്ങളൊന്നും മുനിസിപ്പാലിറ്റി വരാറില്ല. ആരുടെയെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നസീറിനെ വിളിച്ച ഒരു കാര്യം അതൊന്ന് അന്വേഷിച്ചെന്ന് പറയണം, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം, അത് നോക്കിയിട്ട് പറയണമെന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ അതിന് തിരിച്ചദ്ദേഹം വിളിക്കും. അത് ഇന്ന കാര്യമാണെങ്കിൽ ഇന്ന കാര്യമുണ്ട്, ഇന്ന പോലെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മുനിസിപ്പൽ മൈതാനം ബുക്ക് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ ആ ഡേറ്റ് ഉണ്ടോ എന്നൊന്നും നോക്കാനായിരിക്കും പാടുന്നത്. പക്ഷേ ഏതാനും മിനിറ്റുകൾക്കകം അദ്ദേഹം നമ്മളെ തിരിച്ചു വിളിക്കും, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇന്ന പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചാൽ ഏറ്റവും അടുത്ത സമയത്ത് അതിന് പ്രതികരണം കിട്ടും. നമ്മുടെ പല സംഘടനാ നേതാക്കന്മാർക്കുള്ള കുഴപ്പം എന്താണ്? ഒരു കാര്യം വിളിച്ചെന്ന് അന്വേഷിച്ചാൽ ദിവസങ്ങൾ കഴിഞ്ഞാലും മറുപടി ഉണ്ടാവില്ല. തുടർച്ച അതുണ്ട്. ഈ സർവീസ് സംഘടനാ രംഗത്ത് മാത്രമൊന്നും ഞാൻ പറയണില്ല, എല്ലാ രംഗത്തും ഒക്കെ ഉള്ളൊരു പ്രശ്നമാണ്. ചില നടക്കാൻ പറ്റാത്ത കാര്യമൊക്കെ ആയിട്ട് ആളുകൾ നമ്മളെ സമീപിക്കും. അപ്പോൾ ആ കാര്യത്തെ സംബന്ധിച്ചൊന്നും അതെന്താണെന്ന് മനസ്സിലാക്കി അതിനെ എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊരു മറുപടി പറയണം എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ കഴിഞ്ഞാലും മറുപടി ഉണ്ടാവില്ല. നമ്മൾ അങ്ങോട്ട് തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചിലപ്പോൾ മറുപടി പറയുന്നത്. ജോലി തിരക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് നസീർ. അത് വെറുതെ ആരെങ്കിലും പറയാൻ വേണ്ടി ഞാനൊരു ഭംഗിവാക്ക് പറയുന്നൊന്നുമല്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്ന കാര്യമാണ്. എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ട ഇന്ന് വരെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു ഏൽപ്പിച്ചാൽ ആ കാര്യത്തിനൊരു നടക്കേണ്ട കാര്യമാണെങ്കിൽ നടക്കും, നടക്കില്ലാത്ത കാര്യമാണെങ്കിൽ ഇന്നതാണ്, അല്ലെങ്കിൽ നടത്താൻ സ്വീകരിക്കേണ്ട വഴി ഇന്നതാണ്. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS മഹേഷ് അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ, KGOA സംസ്ഥാന കമ്മിറ്റി അംഗം PM ഫിറോസ്, KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP സൂര്യകുമാർ, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S സുനിൽകുമാർ, KGA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MR രജനി എന്നിവർ ആശംസകൾ നേർന്നു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി KK പ്രസഭകുമാർ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി TG രാജീവ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇന്ന് ജൂൺ 29 ലോക ക്യാമറ ദിനം. ക്യാമറയുടെ കണ്ടുപിടുത്തം നമ്മുടെ മനുഷ്യജീവിതത്തിൽ വരുത്തിയ മാറ്റം ചില്ലറയല്ല. പ്രത്യേകിച്ചും മൊബൈൽ ഫോണുകളിൽ കൂടി ക്യാമറ ഉൾപ്പെടുത്തിയപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകം ഇന്ന് അനുനിമിഷം ചിത്രങ്ങളായി മാറുന്നു. എല്ലാവരും ക്യാമറമാന്മാരാകുന്ന പ്രതിഭാസം മൊബൈൽ ഫോണിന്റെ ആവിർഭാവത്തോടു കൂടിയാണ് ഉണ്ടായത്. ലോക ക്യാമറ ദിനമായി ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ ക്യാമറയുടെ ഉത്ഭവത്തിനും ചരിത്രത്തിനുമൊപ്പം 35 വർഷമായി തൊടുപുഴയിൽ ഫോട്ടോഗ്രാഫി മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ജയൻ മെമ്മറിയുടെ വിശേഷങ്ങളും ജ്യോതിഷ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. ദേശീയ ക്യാമറ ദിനത്തിന്റെ ഔദ്യോഗിക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉത്ഭവത്തെയും സ്ഥാപകനെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നും അജ്ഞാതമാണ്. പക്ഷേ ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച ക്യാമറയെയും ഫോട്ടോഗ്രാഫർമാരെയും അനുസ്മരിക്കുന്ന ദിവസമാണ് ഇത്. മൊബൈൽ ഫോണിന്റെ വരവോടെ ക്യാമറ സാർവത്രികമായി മാറുകയും അതോടുകൂടി ഈ ദിനത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്തു. നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്ത് ഇന്ന് ക്യാമറയുടെ സ്വാധീനം നിറം, ജാതി, മതം, പ്രദേശം എന്നിവയെ മറികടക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ക്യാമറയുടെ ചരിത്രം ഫോട്ടോഗ്രാഫിക്ക് മുമ്പ് തന്നെ ആരംഭിക്കുന്നുണ്ട്. സാധാരണ ഫോട്ടോഗ്രാഫി ക്യാമറയുടെ മുന്നോടിയായിരുന്നു ക്യാമറ ഒബ്സ്ക്യൂറ. 11ാം നൂറ്റാണ്ടിനും 17ാം നൂറ്റാണ്ടിനും ഇടയിൽ വ്യാപകമായി ഇത് ഉപയോഗിക്കപ്പെട്ടിരുന്നു. ഫോട്ടോഗ്രാഫി കണ്ടെത്തുന്നതിന് മുന്നേയായിരുന്നു ഇത്. വാസ്തവത്തിൽ ഫോട്ടോഗ്രാഫി ഫിലിമിൽ സിൽവർ ലവണങ്ങൾ ഉപയോഗിച്ച് ചിത്രത്തെ പതിപ്പിക്കാനുള്ള കഴിവാണ് ക്യാമറയ്ക്ക് പിന്നിലുള്ള അടിസ്ഥാന ശാസ്ത്രം. എന്നിരുന്നാലും 1839 അൽഫോൺസ് ഗിറോക്സ് കണ്ടുപിടിച്ചതും വാണിജ്യ നിർമ്മാണത്തിനായി വികസിപ്പിച്ചതുമായ ഡാഗ്രോ ടൈപ്പ് ക്യാമറയാണ് ആദ്യത്തെ ഫോട്ടോഗ്രാഫിക് ക്യാമറയായി കരുതപ്പെടുന്നത്. ഇന്ന് നമ്മുടെ പോക്കറ്റിൽ വയ്ക്കാൻ കഴിയുന്ന പേന പോലെ ക്യാമറകൾ ചെറുതാണ്. കണ്ടുപിടിക്കാൻ കഴിയാത്ത പല സവിശേഷതകളും പ്രത്യേകതകളും അവയ്ക്കുണ്ട്. തൊടുപുഴയിൽ ഏതാണ്ട് ഒരു 35 വർഷക്കാലമായി ഫോട്ടോഗ്രാഫി ഫീൽഡിൽ ജോലി ചെയ്യുകയാണ്. ഏതാണ്ട് ഒരു
ഫിലിമിലായത്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി മുതൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഏതാണ്ട് ഒരു 50-60 കാലഘട്ടത്തിൽ മുതൽ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയുടെ ഒരു ആവശ്യകത വന്നു തുടങ്ങി. അതിനുശേഷം ഇപ്പം പുരോഗമിച്ച് ഡിജിറ്റലും കഴിഞ്ഞപ്പോൾ AI സാങ്കേതിക വിദ്യയിലേക്ക് വരെ എത്തി നിൽക്കുകയാണ്. ഒരു ഫോട്ടോയെങ്കിലും പോസ്റ്റ് ചെയ്യാത്ത ഒരു വ്യക്തി ഇന്ന് നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് പറയും. എന്തിനു പറയുന്നു? ഒരു ഫോട്ടോയെങ്കിലും ക്ലിക്ക് ചെയ്യാത്ത ഒരു മലയാളി പോലും ഇന്നില്ല. ഇന്നെല്ലാവരും വിരൽത്തുമ്പിലാണ് ഫോട്ടോഗ്രാഫി. എന്തു പറഞ്ഞു? നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ കുറ്റകൃത്യങ്ങളിൽ ഒരു നല്ല പങ്കും കേസ് തെളിയിക്കാൻ ഇന്ന് ക്യാമറയ്ക്കാണ് കഴിയുന്നത്. അത്രയും സാങ്കേതികവിദ്യ വളർന്നു കഴിഞ്ഞു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം പോയി. ആദ്യകാലത്തിൽ ഫോട്ടോ എടുക്കണം, ഫോട്ടോഗ്രാഫി ഒരു വലിയ റിസ്ക് തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഡേ ലൈറ്റിൽ മാത്രമേ പടം എടുക്കാൻ പറ്റുള്ളായിരുന്നു. ഏതാണ്ട് ഒരു 60 കാലഘട്ടം 70 കാലഘട്ടത്തിൽ പിന്നെ ഫ്ലാഷ് ഉപയോഗിക്കാൻ തുടങ്ങി. അന്ന് ഫ്ലാഷ് വലിയ പ്രശ്നമാണ്. ഒരു ഫ്ലാഷിന് ഒരു ബൾബ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ ബൾബ് ഒരു പടം എടുത്ത് ഞാൻ ബൾബ് ഫ്യൂസായി അടുത്ത ബൾബ് എടുത്തിട്ട് വേണം അടുത്ത പടം എടുക്കാൻ. ഇപ്പോഴത്തെ സെക്കൻഡിൽ 10-15 ഫ്ലാഷ് മിന്നുന്ന ഫ്ലാഷ് ക്യാമറയിൽ ഉപയോഗിച്ച് തുടങ്ങി. അത്രയും നമ്മുടെ സാങ്കേതികവിദ്യ വളർന്ന് വലുതായിട്ടുണ്ട്. ഏതാണ്ട് ഒരു 80 കാലഘട്ടം മുതലാണ് ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് ഞാൻ ശരിക്കും ക്യാമറയായിട്ട് ഇറങ്ങിയത്. അന്ന് ഉപയോഗിച്ചിരുന്ന ആദ്യകാല ക്യാമറ ഇതാണ്, വിദേശ ക്യാമറയാണ്, അമേരിക്കൻ ടെക്നോളജിയാണ്, യാഷിക. സ്റ്റുഡിയോകളിലെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുക്കാനും അതുപോലെ നമ്മുടെ സ്കൂളുകളിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ ക്യാമറയാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഉപയോഗിച്ചിരുന്നു. അത് തന്നെ ഒരു പടം എടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഡാർക്ക് റൂമിൽ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഒരു നെഗറ്റീവ് കണ്ടാലേ നമുക്കൊരു സമാധാനമുള്ളൂ. ആ നെഗറ്റീവ് ടച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് വേണം നമ്മൾ അതൊരു പ്രിൻ്റാക്കി എടുക്കാൻ. അന്ന് ഫോട്ടോഗ്രാഫി അത്രയും ബ്രെയിനുള്ളവർ അത്രയും കഴിവുള്ളവർ മാത്രം പഠിച്ചിരുന്ന തൊഴിലാണ് ഫോട്ടോഗ്രാഫി. ഇന്ന് ആർക്കും എവിടെ ഉപയോഗിക്കാത്ത രീതിയിൽ ഫോട്ടോഗ്രാഫി വളർന്നിരിക്കുകയാണ്. ഇന്ന് ഫ്യൂജിയായി, ക്യാനോണായി, നിക്കോണായി, അങ്ങനെ പാനാസോണിക്, അങ്ങനെ വിവിധ കമ്പനികളുടെ ക്യാമറകൾ അവരുടെ ബഡ്ജറ്റിൽ മുതൽ 10,000 മുതൽ 10 ലക്ഷം രൂപയുള്ള ക്യാമറകൾ ഇന്ന് പ്രൊഫഷണലായിട്ടും അമച്ചറുകൾക്കായിട്ടും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാമറ ഉപയോഗിക്കാത്ത ഒരാളും തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലെന്ന് പറയും. ഡിജിറ്റൽ യുഗത്തിന്റെ വരവോടെ ക്യാമറകൾ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഹൈടെക് ഉപകരണങ്ങളായി പരിണമിച്ചു. ഫോട്ടോകൾ എടുത്ത് ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള പ്രവർത്തനങ്ങളിലൊന്നായി ഇന്ന് മാറിയിരിക്കുന്നു. 80-90കളിൽ ക്യാമറകൾ ഡിജിറ്റൽ യുഗത്തിലേക്ക് പ്രവേശിച്ചു. നിരവധി കമ്പനികൾ ചിത്രങ്ങൾ ഇലക്ട്രോണിക് രീതിയിൽ സംഭരിക്കുന്ന ഉപകരണങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. 2000-ഓടെ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ക്യാമറകൾ വന്നു തുടങ്ങി. എന്തായാലും നമ്മുടെ ജീവിതത്തെ വർണ്ണാഭമാക്കി മാറ്റുന്നതിന് വഴിതെളിച്ച ഈ ഉപകരണത്തെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാലങ്ങളായി പുരുഷന്മാർ കൈവശപ്പെടുത്തി വെച്ച അപ്ഹോൾസറി വർക്കുകൾ തങ്ങൾക്കും നന്നായി ഇണങ്ങുമെന്ന് തെളിയിക്കുകയാണ് 2 വീട്ടമ്മമാർ. തൊടുപുഴ മുതലക്കോട സ്വദേശിനികളായ ഷീബ അനുകുമാറും നാച്ചി മുഹമ്മദുമാണ് അപ്ഹോൾസറി വർക്കുകളിൽ വെന്നിക്കൊടി പാറിക്കുന്നത്. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. ഇത് പ്രതിസന്ധികളോട് പോരാടി തോറ്റുകൊടുക്കാനാവില്ലെന്ന നിശ്ചയദാർഢ്യത്തോടെ മുന്നേറിയ 2 വീട്ടമ്മമാരുടെ വിജയഗാഥയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പാണ് തൊടുപുഴ മുതലക്കോടം ഇലവുങ്കൽ ഷീബ അനുകുമാറും കൊച്ചുപറമ്പിൽ നാച്ചി മുഹമ്മദും ചേർന്ന് എസ്തൻ ടൈലേഴ്സ് എന്ന സ്ഥാപനം ആരംഭിക്കുന്നത്. ചുരിദാറുകൾ, നൈറ്റികൾ എന്നിവ തയ്ക്കുന്ന സ്ഥാപനമാണ് ആദ്യം ആരംഭിച്ചത്. എന്നാൽ കോവിഡ് വില്ലനായി എത്തി. എന്നാൽ തോറ്റുകൊടുക്കുവാൻ രണ്ടാൾക്കും ആകുമായിരുന്നില്ല. പ്രതിസന്ധികളെ തരണം ചെയ്ത് അക്കാലത്ത് മാസ്കുകളും PP കിറ്റുകളും തയ്ച്ചു നൽകി മുന്നോട്ടു പോയി. പിന്നീടാണ് അപ്ഹോൾസറി വർക്കുകൾ ആരംഭിച്ചത്. വാഹനങ്ങളുടെ സീറ്റ് കവറുകൾ, കർട്ടനുകൾ എന്നിവ മികച്ച രീതിയിൽ തയ്ച്ചു നൽകുന്നതിനാൽ ഇവരെ തേടി നിരവധി ആളുകൾ എത്തുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായി അപ്ഹോൾസറി വർക്കുകൾ മാത്രമാണ് ചെയ്യുന്നത്. തൊടുപുഴ മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിക്ക് സമീപമാണ് ഈ വീട്ടമ്മമാരുടെ സംരംഭം.
കലാസാഹിത്യ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റും കവിയും സാഹിത്യകാരനുമായ അനുകുമാർ തൊടുപുഴയുടെ ഭാര്യയാണ് ഷീബ. തങ്ങളോടൊപ്പം 8 പേർക്ക് കൂടി തൊഴിൽ നൽകുവാൻ SN ടൈലേഴ്സിന് സാധിക്കുന്നതായി ഇവർ പറയുന്നു. ഏറ്റവും മികച്ച മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നതും ആത്മാർത്ഥതയോടുകൂടിയ തയ്യൽ ജോലികളുമാണ് തങ്ങളുടെ വിജയരഹസ്യമെന്ന് ഇവർ പറയുന്നു. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഒരു 3 വർഷം ബോഷ് ഹൗസിൽ വർക്ക് ചെയ്തതായിരുന്നു. 7 വർഷം വർക്ക് ചെയ്തതാണ്. ഞങ്ങൾക്ക് അതായിരുന്നു ഇതിൻ്റെ തുടക്കം എന്ന് പറയാൻ. അവിടെ പോയി 3 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. നമുക്ക് സ്വന്തമായി തുടങ്ങണം എന്നുള്ളൊരു തോന്നൽ വന്നത്. പിന്നെ സാധാ തയ്യലിലേക്കാണ് ഫസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയത്. ചുരിദാർ, ബ്ലൗസ് അങ്ങനെയുള്ള സംഭവം ചെറിയ രീതിയിൽ അത്യാവശ്യം ഒരു ഓർഡർ കിട്ടുമ്പോൾ കട്ടൺ വർക്ക് എന്നുള്ളൊരു ഇതിലാണ് വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ മേഖലയിലെ എല്ലാവരും തന്നെ നല്ല സപ്പോർട്ടായി. കട്ടനും മറ്റുള്ള വർക്കുകളിലേക്ക് ഓരോ വർക്കുകൾ ഓർഡർ തന്ന് അതിലേക്ക് ഞങ്ങൾക്ക് വരാനുള്ള ഒരു ഇത് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമറിൻ്റെ സപ്പോർട്ട് തന്നെയാണ്. ഒത്തിരി പേര് തുടക്കത്തിൽ തന്നെ ഒരുപാട് പേര് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടുമായിട്ട് വന്നു. കട്ടൻ, ഹെഡ് റെസ്റ്റും ഫുൾ കവറുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ കസ്റ്റമറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അപ്പോൾസറിയിലേക്ക് എത്തിയത്. അത്യാവശ്യം അപ്പോൾസറി, ബാക്കിയുള്ള ചെറിയ ചെറിയ ഇങ്ങനെയുള്ള വർക്കുകളാണ്. ഹെഡ് റെസ്റ്റ്, സീറ്റ് കവർ, സ്റ്റെപ്പിന്, അതെ, സ്റ്റിയറിംഗ് കവർ, അങ്ങനെയുള്ള വർക്കുകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. പിന്നെ പുതിയ പുതിയ വർക്കിലേക്ക് എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. ദൈവാനുഗ്രഹിച്ചാൽ ഞങ്ങൾ ഇനി മുന്നോട്ട് അതും കൂടെ എത്തും എന്നുള്ളൊരു പുഷ്പാക്കാക്കാനും എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഫ്ലോർ ചെയ്യാനൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ നമ്മളെ കൊണ്ട് ഇപ്പോൾ പറ്റാത്തത് കൊണ്ട് ഞങ്ങളിപ്പോൾ അതിലേക്കൊന്നും നോക്കുന്നില്ല. ഭാവിയിൽ അങ്ങനെയൊക്കെയുള്ളൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചെയ്തിരിക്കും. എല്ലാ ഫീൽഡിലും തന്നെ സ്ത്രീകൾ മുന്നിട്ട് നിന്ന് ഓരോ പ്രവർത്തികൾ ചെയ്തു തുടങ്ങി. അതുകൊണ്ട് തന്നെ എല്ലാ പണിയും അല്ലെങ്കിൽ എല്ലാ ജോലികളും സ്ത്രീകളെ കൊണ്ടും ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ ഏത് ഫീൽഡിൽ പോയാലും പൊതുവെ സ്ത്രീകൾക്ക് എപ്പോഴും അടിച്ചമർത്തുന്ന അവർ സ്ത്രീകളോ എന്ന് ഇവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരിതുണ്ട്. പക്ഷേ എല്ലാ ഫീൽഡും സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പാണ്ടിപ്പാറ സെന്റ് ജോസഫ് പള്ളിമുറ്റത്ത് ചുവപ്പ് വസന്തമായി ജെറ്റ് വൈൻ ചെടികൾ. ഫിലിപ്പൈൻസിൽ കണ്ടുവന്നിരുന്ന ഈ ചെടി ഇപ്പോൾ ഹൈറേഞ്ചിൽ പൂക്കാലം ഒരുക്കുകയാണ്. 2 വർഷം മുമ്പ് അന്നത്തെ വികാരിയായിരുന്ന ഫാദർ മാത്യു പുതുപ്പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് ജെറ്റ് വൈൻ ചെടികൾ പാണ്ടിപ്പാറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ നട്ടുപിടിപ്പിച്ചത്. പാണ്ടിപ്പാറ സെന്റ് ജോസഫ് പള്ളിമുറ്റത്ത് ചുവപ്പ് വസന്തമായി ജെറ്റ് വൈൻ ചെടികൾ. ഫിലിപ്പൈൻസിൽ കണ്ടുവന്നിരുന്ന ഈ ചെടി ഇപ്പോൾ ഹൈറേഞ്ചിൽ പൂക്കാലം ഒരുക്കുകയാണ്. 2 വർഷം മുമ്പ് അന്നത്തെ വികാരിയായിരുന്ന ഫാദർ മാത്യു പുതുപ്പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് ജെറ്റ് വൈൻ ചെടികൾ പാണ്ടിപ്പാറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ നട്ടുപിടിപ്പിച്ചത്. പർപ്പിൾ, യെല്ലോ തുടങ്ങിയ നിറങ്ങളിലുള്ളത് ഉണ്ടെങ്കിലും ഏറ്റവും ആകർഷകം ചുവപ്പ് നിറമാണ്. ഒരു കുലയിൽ 100 കണക്കിന് പൂക്കളാണ് വിരിയുന്നത്. ദേവാലയത്തിലെത്തുന്ന ഏവരെയും ആകർഷിക്കുന്ന ഒന്നാണ് ഈ പൂക്കൾ. കിളികളുടെ ചുണ്ടിന്റെ ആകൃതിയാണ് ഈ പൂക്കൾ എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുതലക്കുടം ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജിൽ BSc, MSc നഴ്സിംഗ് ബാച്ചുകളുടെ ഗ്രാജുവേഷൻ സെറമണിയും അവാർഡ് ദാനവും നടന്നു. കോതമംഗലം പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ സിസ്റ്റർ ക്രിസ്റ്റി അറക്കത്തോട്ടം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കട്ടപ്പന സെന്റ് ജോൺസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ആൻ മേരി ലൂയിസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുതലക്കോടം ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജിൽ BSc, MSc നഴ്സിംഗ് ബാച്ചുകളുടെ ഗ്രാജുവേഷൻ സെറമണിയും അവാർഡ് ദാനവും നടന്നു. കോതമംഗലം പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ സിസ്റ്റർ ക്രിസ്റ്റി അറക്കത്തോട്ടം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കട്ടപ്പന സെന്റ് ജോൺസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ആൻ മേരി ലൂയിസ് ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. നമ്മൾ എല്ലാ കാര്യവും കാണാപ്പാടം പഠിച്ചുകൊണ്ട് പോകണം. കന്നഡയിൽ കാണാപ്പാടം പഠിച്ചുകൊണ്ട് പോകണം. എല്ലാം പഠിച്ച് പ്രിപ്പയർ ആക്കി കുറേ അധികം ഫുഡ് ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചു. ഹൈദരാബാദ് മിക്സ്, റാഗി ലഡു, പിന്നെ എന്നതാണ് കുറേ അധികം സാധനങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആൾക്കാരെ നമുക്കറിയാലോ, വീടുകളിൽ നമുക്ക് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിസ്മാരെ എല്ലാം കൊണ്ട് വരുത്തി നമ്മൾ പോരെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ വിഷയം ഇതാണ്: എങ്ങനെ ഒരു കുട്ടിയെ വണ്ണം വെപ്പിക്കാം. അതായത് മാൽന്യൂട്രീഷൻ ഉള്ള ഒരു കൊച്ചിനെ എങ്ങനെ തൂക്കം വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഓരോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് എൻ്റെ ഈ ബോഡി സ്ട്രക്ചർ അങ്ങനെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഒരു ഈർക്കിസ്റ്റിക് പരിവായിരുന്നു അന്നത്തെ കാലത്തൊക്കെ. അപ്പോൾ ഒരമ്മച്ചി, ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു അമ്മച്ചി ഇടയ്ക്ക് ഇൻട്രപ്റ്റ് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, മകളെ, ഞാൻ കന്നഡ പറയുന്നില്ല, മലയാളത്തിൽ തന്നെ പറഞ്ഞോളാം, മോളെ നീ ആദ്യം പോയി ഈ സാധനമൊക്കെ തിരിച്ച് ചെന്ന് വണ്ണം വെച്ചിട്ട് വന്ന് ഞങ്ങളെ ഇതൊക്കെ പഠിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ ഉള്ളൂ, നമ്മൾ ആരോഗ്യം പ്രദാനം ചെയ്യുമ്പോൾ നമുക്കത് കയ്യിലുണ്ടോ എന്നുള്ള കാര്യം നമ്മളൊന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എന്താണ് ആരോഗ്യം? നമുക്കെല്ലാവർക്കും ഡെഫിനിഷൻ അല്ലേ? ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ മെന്റൽ, നമുക്കെല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യന് 3 തലങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്: ശരീരം, മനസ്സ്, ആത്മാവ്, അല്ലെ? സ്പിരിറ്റ്, മൈൻഡ്, ബോഡി. ഈ 3 തലത്തിലും നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് പറയാൻ പറ്റും ഒരു ആരോഗ്യമുള്ള ആള്. WHOയുടെ ഡെഫിനിഷൻ അനുസരിച്ച് കംപ്ലീറ്റ് സ്റ്റേറ്റ് ആയിരിക്കും. തുടർന്ന് ഹോളി ഫാമിലി കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയൻ ജെയിംസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുകയും മികച്ച ഔട്ട് ഗോയിങ് സ്റ്റുഡന്റിനുള്ള പുരസ്കാരം നൽകുകയും ചെയ്തു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേഴ്സി കുര്യൻ SH മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന വികാരി ഡോക്ടർ ജോർജ് താണത്തുപറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ കോതമംഗലം പ്രോവിൻസ് മെഡിക്കൽ കൗൺസിൽ ഡോക്ടർ സിസ്റ്റർ ആശ മരിയ SH, കൗൺസിലർ സാബിറ ജലീൽ, PTA പ്രസിഡന്റ് പ്രസാദ് കുരുവിള, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ മിഷേൽ മേരി അഗസ്റ്റിൻ എന്നിവർ ആശംസ നേർന്നു. വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ തെരേസ ജോസ് SH സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അമ്പിളി ജോയ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക, പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഗവൺമെന്റിന്റെ നിലപാടുകൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KPSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി DDO ഓഫീസിന് മുമ്പിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. KPSTA ജില്ലാ പ്രസിഡന്റ് VK ആറ്റ്ലി അധ്യക്ഷത വഹിച്ചു. അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക, പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഗവൺമെന്റിന്റെ നിലപാടുകൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KPSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി DDO ഓഫീസിന് മുമ്പിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ശ്രമങ്ങളാണ് ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അത്തരം ശ്രമങ്ങൾക്കെതിരെ KPSTA നടത്തുന്ന സമര പോരാട്ടങ്ങൾക്ക് പാർട്ടിയുടെ പിന്തുണ ഉറപ്പാക്കുമെന്നും പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. ശിവൻകുട്ടിയെ പോലുള്ള വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മേഖലയിൽ കൈയാളാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യക്ക് മാതൃകയായിരുന്ന കേരളം ഇന്ന് അപമാനിതരാകുന്നു എന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഏത് വിഷയവും ചർച്ചയിലൂടെ സമവായത്തിലൂടെ പരിഹരിക്കണമെന്ന് അതാണല്ലോ നമ്മുടെ ഒരു ന്യായം. ഇവിടെ ബഹുമാന ജില്ലാ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തെ സംബന്ധിച്ചിവിടെ പറയുകയുണ്ടായി. നമ്മളിപ്പോൾ ഒരുപാട് പോയില്ലെങ്കിലും നമ്മുടെ വിദേശത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്നും അറിയണ്ടേ? അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ ചെറുപ്രായത്തിൽ കുട്ടികൾ പഠിക്കണമെന്ന് പോലും ആരും നിർബന്ധിക്കാറില്ല. കുട്ടികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഠിച്ചാൽ കുട്ടികൾ കളിക്കണം, കളിച്ചു വരണം, വളരണം, പഠിച്ചു വരണം എന്നൊക്കെ വളരണമെന്നൊക്കെ ചിന്തിക്കാനും ആ രീതിയിൽ വിദ്യാഭ്യാസ നയത്തെ ക്രമവൽക്കരിക്കാനും ഒക്കെയുള്ള ഭാവനാ സമ്പന്നന്മാരായ ഭരണാധികാരികൾ ലോകത്തെമ്പാടുമുള്ളപ്പോൾ കേരളം ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധമായ സംസ്ഥാനമാണ് എന്നാണ് വെപ്പ്.
രാഷ്ട്രീയ പ്രബുദ്ധതയും സാക്ഷര പ്രബുദ്ധതയുമുള്ള കേരളം ഇന്ന് എങ്ങോട്ട് പോകുന്നു എന്ന കാര്യം വളരെ ഗൗരവമായി ഈ സമൂഹം ചർച്ച ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. KPSTA ജില്ലാ പ്രസിഡന്റ് ആറ്റ്ലി വിക്ക് അധ്യക്ഷത വഹിച്ചു. KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് കുമാർ, ബിജോയ് മാത്യു, ജോർജ് ജേക്കബ്, ജില്ലാ സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ, ജില്ലാ ട്രഷറർ ജോസ് K സെബാസ്റ്റ്യൻ, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ജോയ് ആൻഡ്രൂസ്, സജി മാത്യു എന്നിവർ പ്രസംഗിച്ചു. അധ്യാപികമാരടക്കം നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധ കൂട്ടായ്മയിലും ധർണയിലും പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വയോജനങ്ങൾക്കായി ഉല്ലാസക്കൂടൊരുക്കി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിലെ 59 വയസ്സ് പൂർത്തിയായ മുഴുവൻ ആളുകളെയും ചേർത്ത് ഉല്ലാസക്കൂട് എന്ന പേരിൽ പ്രത്യേക കൂട്ടായ്മ രൂപീകരിച്ച് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കി സമ്പൂർണ്ണ വയോജന സൗഹൃദ ഗ്രാമമാകാൻ ഒരുങ്ങുകയാണ് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ CEO KB മദൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഉല്ലാസക്കൂട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VV ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. വയോജനങ്ങൾക്കായി ഉല്ലാസക്കൂടൊരുക്കി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിലെ 59 വയസ്സ് പൂർത്തിയായ മുഴുവൻ ആളുകളെയും ചേർത്ത് ഉല്ലാസക്കൂട് എന്ന പേരിൽ പ്രത്യേക കൂട്ടായ്മ രൂപീകരിച്ച് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കി സമ്പൂർണ്ണ വയോജന സൗഹൃദ ഗ്രാമമാകാൻ ഒരുങ്ങുകയാണ് ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഇതിനു മുന്നോടിയായി പഞ്ചായത്തിലെ 16 വാർഡുകളിലായി പ്രത്യേകം സർവേ നടത്തി കണ്ടെത്തിയ 5000-ഓളം വരുന്ന വയോജനങ്ങളെ ഉൾപ്പെടുത്തി ഉല്ലാസക്കൂട് എന്ന പേരിൽ 82 അയൽക്കൂട്ട ഗ്രൂപ്പുകളും ഒരു വാർഡിന് ഒന്നെന്ന കണക്കിൽ 16 വാർഡ് തല കൂട്ടായ്മകളും രൂപീകരിച്ചു. ഇടുക്കി ജില്ലയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്ന ഏക പഞ്ചായത്താണ് ഉടുമ്പന്നൂർ. കാർമേഘം ചുടരുത് ഒരു വാർദ്ധക്യവും, ആദികൾ പെയ്തൊഴിഞ്ഞ തെളിമാനമാകണമെന്ന സന്ദേശമുയർത്തി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വയോജനങ്ങളുടെയും എല്ലാവിധത്തിലുമുള്ള സന്തോഷമാണ് ഉല്ലാസക്കൂടിലൂടെ ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നതെന്ന് പ്രസിഡന്റ് M ലതീഷ് പറഞ്ഞു. പദ്ധതി നിർവഹണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഡ് തല ഭാരവാഹികൾക്കുള്ള 2ാം ഘട്ട പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ CEO KB മദൻ മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും താഴെ കൂട്ടായ്മകൾ ഇത് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടാണ് വെച്ചാൽ വേഗം തീരും. അപ്പോൾ പാരലായി ഇതെങ്ങനെ തീർക്കാൻ പറ്റും? ഇത് പറഞ്ഞാൽ എല്ലാം കൂടി ഒരാളോ ഒരു ടീമോ ചെയ്യുന്നതല്ല, ഉത്തരവാദിത്തങ്ങൾ വിഭജിച്ച് അപ്പോൾ അതിന് നല്ല പ്രവർത്തന കലണ്ടർ പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാക്കണം. ആ ഡേറ്റുകൾ താഴേക്ക് അറിയിച്ചിട്ട് ഇന്ന സമയത്ത് തീർക്കണമെന്ന് പറയുക. ഇതിനാവശ്യമുള്ള മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്ത് താഴേക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക. താഴെ ചെയ്യാൻ ആവശ്യമുള്ള കുറിപ്പുകൾ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഞാൻ പറയുന്നത് ഒരു ജൂൺ, ഈ മാസം തീരാണ്, ജൂലൈ ഫുള്ള് നിങ്ങൾക്ക് ജൂലൈ ലാസ്റ്റോട് കൂടി ഞങ്ങൾ പ്ലാൻ തീർക്കും എന്ന് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്കൊരു ജൂലൈ 10 തീർക്കാൻ പറ്റും. നേരത്തെ നിങ്ങൾ ജൂലൈ 10 ഇട്ടാൽ വേണ്ട ഒരു 5 ദിവസം എങ്ങനെ എന്നാലും തള്ളിപ്പോകും. ഇത് കാരണം എല്ലാവരും ഒരേപോലെ വരാറുണ്ട്. അതുകൊണ്ട് ഒരു ജൂലൈ 31-നുള്ളിൽ ഞങ്ങൾ പഞ്ചായത്ത് തല സെമിനാറിലേക്ക് എത്തും എന്ന് പറഞ്ഞൊരു പരിപാടി വേണമെന്നിടാൻ. ഉല്ലാസക്കൂട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VV ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഗിരിജ ശശിധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ലതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രവീന്ദ്രൻ സ്വാഗതവും ഉല്ലാസക്കൂട് ജോയിന്റ് സെക്രട്ടറി KS രാജൻ നന്ദിയും രേഖപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ശാന്തമ്മ ജോയ്, സുലേഷ സലീം, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KP യശോധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. കോതമംഗലം താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, പോലീസ് സർജനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് INTUC കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ചും കൂട്ടധർണയും നടത്തി. INTUC മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് KV ആന്റണി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. നീതി പടർത്തി പടരുമ്പോൾ ഒക്കമില്ല, മരുന്നുമില്ല. കോതമംഗലം താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, പോലീസ് സർജനെ നിയമിക്കുക, മരുന്നുകളുടെ ക്ഷാമം പരിഹരിക്കുക, ജീവനക്കാരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക, ഡയാലിസിസ് സെന്റർ തുറന്നുകൊടുക്കുക, അംഗപരിമിതർക്ക് കൊടുക്കുവാനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടിയന്തരമായി മെഡിക്കൽ ബോർഡ് കൂടി ഉടൻ കൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് INTUC കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ചും കൂട്ടധർണയും നടത്തിയത്. മലയോര പ്രദേശമായ കോതമംഗലം ഗവൺമെന്റ് ആശുപത്രിയിൽ പോലീസ് സർജനെ നിയമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
അപകട മരണം, അസ്വാഭാവിക മരണം എന്നിവ ഉണ്ടാകുമ്പോൾ മറ്റ് ആശുപത്രിയിലേക്ക് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി ഈ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോവുക പതിവായിരുന്നു. ഇത് മാറ്റുവാൻ വേണ്ടി പോലീസ് സർജനെ നിയമിക്കാൻ നടപടിയെടുക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. INTUC മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് KV ആന്റണി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. MS എൽദോസ്, ചന്ദ്രലേഖ ശശിധരൻ, CD മുഹമ്മദ്, PC ജോർജ്, ശശി കുഞ്ഞുമോൻ, ജിജി സാജു, CJ എൽദോസ്, ബേസിൽ പാറേക്കുടി, ബേസിൽ തണ്ണിക്കോട്, KC മാത്യൂസ്, അലി പടിഞ്ഞാറേച്ചാലിൽ, സുരേഷ് ആലപ്പാട്ട്, ജിജോ കവളങ്ങാട്, ഗുണവതി ശിവദാസൻ, വിൽസൺ കൊച്ചുപറമ്പിൽ, റസാഖ് നേര്യമംഗലം, ജോസ് കൈതമന, AR പൗലോസ്, ഇബ്രാഹിം ഇടയാലിൽ, അനിൽ രാമൻ നായർ, വിജയൻ നായർ, പ്രഹ്ലാദൻ, എബിൻ അമ്പിച്ചൻകുടി, KP കുഞ്ഞ്, KM സലീം, MS നിബു, കാസിം തങ്കളം എന്നിവർ പ്രസംഗിച്ചു. അനേകം തൊഴിലാളികൾ പ്രകടനത്തിലും ധർണയിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മലനാടിന് അക്ഷരദീപം തെളിയിച്ച് 1949 സ്ഥാപിതമായ ഇരുമാപ്രാമറ്റം MDCMS ഹൈസ്കൂൾ നിരവധി പ്രതിഭകളെ കൈപിടിച്ചുയർത്തി നന്മയുടെയും മികവിന്റെയും 75 വർഷങ്ങളുടെ ധന്യതയുമായി പ്ലാറ്റിനം ജൂബിലി നിറവിൽ. പ്ലാറ്റിനം ജൂബിലി സമാപനാഘോഷം ജൂൺ 30 രാവിലെ 11:30 നവീകരിച്ച സ്കൂൾ ഹാളിൽ വെച്ച് പൂർവ്വ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സംഗമത്തോടെ ആരംഭിക്കും. ഉച്ചകഴിഞ്ഞ് 2 ചേരുന്ന പൊതുസമ്മേളനവും മെറിറ്റ് ഡേയും മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. മലനാടിന് അക്ഷരദീപം തെളിയിച്ച് 1949 സ്ഥാപിതമായ ഇരുമാപ്രാമറ്റം MDCMS ഹൈസ്കൂൾ നിരവധി പ്രതിഭകളെ കൈപിടിച്ചുയർത്തി നന്മയുടെയും മികവിന്റെയും 75 വർഷങ്ങളുടെ ധന്യതയുമായി പ്ലാറ്റിനം ജൂബിലി നിറവിൽ. പ്ലാറ്റിനം ജൂബിലി സമാപനാഘോഷം ജൂൺ 30 ഞായറാഴ്ച 11:30 നവീകരിച്ച സ്കൂൾ ഹാളിൽ വെച്ച് പൂർവ്വ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സംഗമത്തോടെ ആരംഭിക്കും. തുടർന്ന് 2 മണിക്ക് പൊതുസമ്മേളനവും മെറിറ്റ് ഡേയും വൈകിട്ട് 6 മണിക്ക് കലാസന്ധ്യയും ഉണ്ടായിരിക്കും. പ്ലാറ്റിനം ജൂബിലിയുടെ സമാപനാഘോഷ പൊതുസമ്മേളന ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിക്കും. CSA ഈസ്റ്റ് കേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് അധ്യക്ഷത വഹിക്കും. കോട്ടയം MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് മുഖ്യ അതിഥിയായിരിക്കും. പാല MLA മാണി C കാപ്പൻ പ്ലാറ്റിനം ജൂബിലി സുവനീർ പ്രകാശനം ചെയ്യും. മുൻ CSA ഈസ്റ്റ് കേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ KG ഡാനിയേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ജൂബിലി ആഘോഷത്തിനു വേണ്ടി OSA രക്ഷാധികാരി റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ AJ ഐസക് അമ്പഴശ്ശേരിൽ, റവറന്റ് മാക്സിൻ ജോൺ, OSA പ്രസിഡന്റ് സണ്ണി മാത്യു വടക്കേമുളഞ്ഞാനാൽ, സെക്രട്ടറി TJ ബെഞ്ചമിൻ തടത്തിപ്ലാക്കൽ, വൈസ് പ്രസിഡന്റ് ദീപാമോൾ ജോർജ്, ട്രഷറർ സിബി മാത്യു പ്ലാത്തോട്ടം, ടീച്ചർ ഇൻചാർജ് ലിൻഡ ഡാനിയൽ, PTA പ്രസിഡന്റ് ജഗുസാം, ജൂബിലി ആഘോഷ പബ്ലിസിറ്റി കൺവീനർ മനോജ് T ബെഞ്ചമിൻ എന്നിവർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, മേലുകാവ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭയിലെ കൈക്കൂലി കേസിൽ 2ാം പ്രതിയായ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കും വരെ UDF നേതൃത്വത്തിൽ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ്. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടത്തി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ നഗരസഭയിൽ 28 വർഷത്തെ സേവനം പൂർത്തിയാക്കി വിരമിച്ച VSM നസീറിന് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR സോമൻ ഉദ്ഘാടനം ചെയ്തു. കാലങ്ങളായി പുരുഷന്മാർ കൈവശപ്പെടുത്തി വെച്ച അപ്ഹോൾസ്റ്ററി വർക്കുകൾ തങ്ങൾക്ക് നന്നായി ഇണങ്ങുമെന്ന് തെളിയിക്കുകയാണ് 2 വീട്ടമ്മമാർ. മുതലക്കോട് സ്വദേശിനികളായ ഷീബ അനുകുമാറും നാച്ചി മുഹമ്മദുമാണ് അപ്ഹോൾസ്റ്ററി വർക്കുകളിൽ വെന്നിക്കൊടി പാറിക്കുന്നത്. മുതലക്കോടം ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജിൽ BSc MSc നഴ്സിംഗ് ബാച്ചുകളുടെ ഗ്രാജുവേഷൻ സെറിമണിയും അവാർഡ് ദാനവും നടന്നു. കട്ടപ്പന സെന്റ് ജോൺസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ആൻ മേരി ലൂയിസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.